മോദി ഘാന, ട്രിനിഡാഡ് ആൻഡ് ടിബാഗോ, അർജന്റീന ഇതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോയി, ആഫ്രിക്കൻ പ്ലസ് ലാറ്റിൻ അമേരിക്ക. ഇതിനൊക്കെ കാര്യമുണ്ട്. അവിടെയെല്ലാം സ്വർണ്ണമുണ്ട്, പിന്നെ മറ്റ് റെയർ മിനറൽസും ഉണ്ട്. അത് കൂടുതലും കുറവൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അവർക്കും വലിയ സന്തോഷമായി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർക്കൊരു ധാരണയുണ്ടായി, ഇന്ത്യ വലിയൊരു ശക്തിയാണ്, മാത്രമല്ല ഇന്ത്യയുടെ കൂടെ നിന്നാൽ നമ്മുടെ കാര്യവും ഇന്ത്യ നോക്കിക്കോളും എന്നുള്ളൊരു തന്നെയാണ്. അപ്പോൾ അവരിൽ പലരും ഈ നമ്മളുടെ ബ്രഹ്മോസിന് ഓർഡറൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം തന്നെ പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മോസിൻ്റെ റിവൈസ്ഡ് വേർഷൻ നമ്മൾ ഇറക്കാൻ. ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് അതിൻ്റെ പ്ലാന്റ് തുടങ്ങിയിരിക്കുന്നത്. ബ്രഹ്മോസിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അത് ആർക്ക് കൊടുക്കണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ബട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതായത് മന്ത്ലി ഒരു 200-220 മന്ത്ലി അല്ല ഇയർലി 200-220 ബ്രഹ്മോസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ രാജ്യങ്ങളൊക്കെ മതി. അമേരിക്ക മസിൽ പഠിപ്പിക്കേണ്ട. ഒന്നാമത് രാവിലെ ഒരു താരിഫ്, ഉച്ച കഴിഞ്ഞ് വേറൊരു താരിഫ്, ആകെ അലമ്പായിരിക്കുകയാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ബ്രിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങൾക്കെല്ലാം അഡീഷണൽ 10% താരിഫ് ചുമത്തുന്നു. ഇതെന്ത് ഭ്രാന്താണ്? ബ്രിക്സ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ എന്താ ഡോളറൈസേഷൻ വരും. അന്ന് തന്നെ ഉറപ്പ് കൊടുത്തു, നിങ്ങളുടെ ഡോളർ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ അതിലൊന്നും ഇപ്പോൾ തൊടാൻ പോകുന്നില്ല, അത് ഞങ്ങളുടെ തൽക്കാലം അജണ്ടയിലില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അങ്ങേർക്ക് പേടിയാണ്, ഇവർ ഡോളറൈസേഷൻ വരും എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റേച്ചറിൽ നിന്നുകൊണ്ടാണ് ബ്രിക്സിൽ നമ്മൾ വിചാരിച്ച കാര്യം നടന്നത്.